അതെ നീ കാണുന്ന സംഭവം എന്താണെന്നറിയോ 1948 ഒരു വാഷിംഗ് മെഷീൻ ആണ് അല്ലേ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളത് തുറന്നു കാണിച്ചേ ദാങ്കിട് കൊണ്ടുവന്ന് ഇതിന് ഷോക്കൊക്കെ ഉണ്ടോന്ന് നോക്കണം എന്താ കണ്ട മക്കളെ ഇതാണ് ആ സംഭവം എന്ന് പറയണത് അപ്പൊ ഇതെന്തിനായിരിക്കും ചേട്ടാ തുണി പിഴിയാനായിട്ടുള്ള സംവിധാനമാണ് ഇത് കേട്ടാ നോക്കിയേ കണ്ട അപ്പൊ ഇതിന്റെ ഉള്ളിൽ തുണി വരും അല്ലേ അന്ന് കാലത്തുള്ള എളുപ്പപ്പണി അതിന്റെ ഉള്ളിൽ മോട്ടർ ഉണ്ട് അപ്പൊ അതെ ഇതെന്താ ചെയ്യാ അതൊന്നും നിർത്തിയ ലിജ അതൊന്നും നിർത്തിയടാ ഇതേ സംഭവം നിർത്തിയിട്ടുണ്ട് ഈ മോട്ടറിന്റെ ഉള്ളിൽ ഇങ്ങനെ കടം തിരിയും എന്റെ പൊന്നെ അപ്പൊ ഇതിന്റെ മെഷീനൊക്കെ ഒന്ന് ഞാൻ ചെരിച്ച് നോക്കട്ടെ ഏട്ടാ ഒന്ന് അടിയിലേക്ക് കാണിച്ചേ എന്തേലും കാണണ്ട മോട്ടറൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ ഇങ്ങനെയായിരുന്നു ഇതാ കണ്ട ഇതിവിടെ നിധി പോലെ ചേട്ടൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മളിപ്പോ എന്താ പറയുക 1 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ തുരുമ്പ് പിടിച്ച് വർക്കാവാണ്ട് മൂലയിൽ കൂട്ടിയിരിക്കുന്ന സാഹചര്യത്തില് അന്നത്തെ ഇനാമൽ പെയിന്റിങ് അല്ലെ അത്യാവശ്യം ഇതും ചേട്ടന് വെക്കാവുന്ന വരെ സാധനങ്ങൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ അപ്പൊ എന്തെല്ലാം സംഭവങ്ങളാലേ കാണണേ ഇങ്ങനെയും ഉണ്ടായിരുന്നു അന്ന് കേട്ടാ ഇതാ കണ്ട സംഭവങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടാ ഒരുപാടാണ് ഈ ഒരു വീട്ടിലുള്ളത് അപ്പൊ ഈ സാധനം എന്താണെന്ന് പറഞ്ഞേ സ്റ്റിർലിംഗ് എഞ്ചിൻ ആണ് സ്റ്റിർലിംഗ് എഞ്ചിൻ ആൽഫ സ്റ്റിർലിംഗ് എഞ്ചിൻ അതായത് ഇവിടെ തീ കൊടുത്താ ചൂട് മെക്കാനിക്കൽ എനർജി ഇതിൽ എന്തൊക്കെ ഉപയോഗിക്കും വർക്ക് ചെയ്യും ശരിക്കും ഇതിലിപ്പോ നമ്മൾ ബെൽറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും വർക്ക് ചെയ്യാം അപ്പൊ ഇനി ഇതെന്താന്ന് പറഞ്ഞ ഈ സാധനം സ്റ്റീം എഞ്ചിൻ ആണ് കഴിഞ്ഞിട്ടില്ല ഇതെന്താ ഇത് പ്രഷർ കൊടുത്ത് കറക്കണ എഞ്ചിനാണ് പ്രഷർ കൊടുത്തിട്ട് നമുക്ക് ഇത് കറക്കാം അല്ലെ അപ്പൊ നല്ല വെയിറ്റ് ഉണ്ട് ഇതെന്താ ഇത് മറ്റേ ഗ്യാസ് എന്താ പറയാ കാർബൈഡ് ലാമ്പാണ് ഈ കാണുന്നത് വെള്ളവും കാർബൈഡ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കത്തും ഈ സാധനം കത്തും അപ്പൊ ഇതെന്തത് ഇത് മറ്റേ നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്ന സാധനം തന്നെ കറണ്ട് ഉണ്ടാക്കുന്ന മറ്റേ നേരത്തെ നമ്മൾ കണ്ടത് അല്ലെ അപ്പൊ അത് കഴിഞ്ഞിട്ടില്ല ഇതെന്താ സാധനം അലാവുദ്ദീൻ അത്ഭുത വിളക്കും ഇതെന്തത് കാശ്മീരിലെ തീ കെറ്റിലാണ് ഇതെങ്ങനെ വർക്ക് ചെയ്യാ അതിന്റെ ഉള്ളിൽ തീ കത്തിക്കണം അപ്പൊ ഇത് ചൂടാവും അപ്പൊ ഇത് ഇങ്ങനെയും ചൂടാക്കാം അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞത് ബോട്ട് നോക്കിയാടാ ഇതെന്താ സംഭവം ജപ്പാൻ സാധനമാണ് ജപ്പാന്റെ അപ്പൊ ശരിക്കുള്ള ബോട്ടുകളിൽ ഇങ്ങനെയാണോ സ്റ്റീം എഞ്ചിൻ ഇതാണ് ഇത് എത്ര വർഷം പഴക്കൊക്കെ ഉണ്ടാവും ഇതൊരു 100 വർഷത്തിന്റെ 100 വർഷം പഴക്കമുള്ള അപ്പൊ ശരിക്കുള്ള ബോട്ടില് അന്നത്തെ കാലത്തെ ബോട്ടിൽ നടക്കുന്നത് ഇങ്ങനെയാണ് വെള്ളം ചൂടാക്കി അതിന് നീരാവി വന്നിട്ട് ഈ പ്രൊപ്പല്ലർ കറങ്ങും അതായത് ഇവിടെ വെള്ളം ചൂടായി കഴിയുമ്പോ അതിൽ നിന്ന് നീരാവി ഇങ്ങനെ വന്ന് ഈ പ്രൊപ്പല്ലർ ഇങ്ങനെ കറങ്ങും അപ്പൊ ഇത് കറങ്ങുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇങ്ങനെ ഇവൻ ഇങ്ങനെ മുന്നോട്ട് പോകൂലേ അപ്പൊ ഈ സാധനം ദിശ തിരിക്കാൻ അപ്പൊ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സ്റ്റീം എഞ്ചിന്റെ ഉള്ളിലുള്ള പ്രവർത്തനം എന്താ ഇങ്ങനെയാണ് ബോട്ടിന്റെ അല്ലെ ഇത് കാണാൻ പറ്റിയതിന്റെ വലിയ കാര്യം നല്ല സ്പീഡിൽ പോലെ ചേട്ടാ സംഭവം വർക്ക് ചെയ്തപ്പോ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഒരുപാടുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ അല്ലെ മണ്ണ് ഇതെന്താ സാധനം റൂം ഹീറ്റർ ആണ് കോപ്പറിന്റെ റൂം ഹീറ്റർ വർഷങ്ങള് പഴക്കമുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള സംഭവം പറയാം ഇതെന്താ കോഫി മേക്കർ മണ്ണെണ്ണയിലല്ലേ അതെ ഇതവിടെ ഇരിക്കട്ടെ അപ്പൊ അത് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇതെന്താന്ന് പറഞ്ഞേ ഇത് ഓവൻ ബ്രിട്ടീഷുകാരുടെ മണ്ണെണ്ണ ഓവൻ ഇതൊക്കെ പഴക്കം കുറെ ഉണ്ട് കാണാനും എവിടുന്ന് കിട്ടാനും നമുക്ക് ഇതെന്തായിരിക്കും സ്റ്റീമിൽ വർക്ക് ചെയ്യുന്ന ഗ്രാമഫോൺ ഇത് ഗ്രാമഫോൺ വർക്ക് ചെയ്യും ഇതില് അങ്ങനെ നീരാവി വന്നിട്ട് ഇതൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആൾക്കാർ പറയും വെറുതെ പറയാന്ന് പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ അറിയും അന്ന് കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളല്ലേ കറണ്ട് അതേ ഇങ്ങനെ വന്നു ഇതെന്താ ബ്രിട്ടീഷുകാരുടെ വാട്ടർ ഫിൽറ്റർ ഇത് ബ്രിട്ടീഷുകാരുടെ റൂം ഹീറ്റർ ഇതൊക്കെ ഒട്ടുമിക്കത് മണ്ണെണ്ണ അതേപോലെ നീരാവിയിലൊക്കെയാണ് അല്ലെ ഇതൊന്നും കൂടി പറഞ്ഞ സംഭവം ഇത് കൊള്ളാതെ ചേട്ടാ ഇതൊരു പരിപാടി ബ്രിട്ടീഷുകാരുടെ മറ്റേ ബേബി സ്ട്രോളർ ഇത് എത്ര വർഷം പഴക്കണ്ടാവും ഇതൊക്കെ ഇത് ഭയങ്കര പഴക്കമുള്ളത് അന്നത്തെ ഇതിന് ടയറിന്റെ ഒക്കെ ഒരു പവർ നോക്കി ഇന്നൊക്കെ ഒരു 4 ദിവസം അടുപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ പിളുങ്ങി പോകൂലേ അപ്പോ ഇവിടെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് സുനിലേട്ടൻ എന്താ പറയാ ഇഷ്ടം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത് അല്ലെ ഇത് ലാഭം നോക്കിയിട്ടില്ല ശരിക്കും ജോലി എന്താ ഞാനൊരു പ്രൈവറ്റ് ഫാമിലി വർക്ക് ജോലിയാണ് അല്ലെ അപ്പൊ ഇത് തൃശ്ശൂരാണ് അല്ല നമ്മുടെ ശരിക്കും സ്ഥലം കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഏതാ ജില്ല ഇത് എറണാകുളം ജില്ലയാണ് അപ്പൊ ഒരുപാട് കാഴ്ചകളുണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റാനും മറ്റുള്ളവരെ കാണിക്കാൻ പറ്റാന്ന് പറഞ്ഞൊരു ഭാഗ്യല്ലേ അല്ലെ അവസാനിപ്പിക്കട്ടെ ഓക്കെ താങ്ക് യു